ഹലോ ഗെയ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? ഞാനിവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴും വിചാരിച്ചു ഒരു കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കട്ടൻ ചായ. ഞാൻ ആ കട്ടൻ ചായക്ക് ഇട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോഴേ ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും നല്ല പുറത്തൊക്കെ ആണെങ്കിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. ഞാൻ ഡോറ് തുറന്നിട്ടിരിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. മരങ്ങളും പിന്നെ വാഴകളും എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ കാറ്റിങ്ങനെ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാലാവസ്ഥ. ഇപ്പം എല്ലായിടവും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പം നല്ല രീതിയിൽ കാറ്റൊക്കെ വീശുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ആ ഒരു ക്ലൈമറ്റ് അല്ലേ ഇപ്പോൾ എല്ലായിടവും അല്ലേ? ഇതിപ്പോൾ ഇവിടെ ഒരു 2 ദിവസം കൊണ്ടാണ് നല്ല കാറ്റ് അനുഭവപ്പെടുന്നത്. ഇവിടെയാണെങ്കിൽ ഇതിനടുത്തായിട്ടാണ് അഷ്ടമുടിക്കായൽ ഒക്കെ ഉള്ളത്. അഷ്ടമുടിക്കായലൊക്കെ ഇല്ലേ? അപ്പോഴും കാറ്റൊക്കെ നല്ല പോലെ വീശും. നല്ല പോലെ നമുക്ക് കാറ്റ് അടിക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴും എനിക്ക് ഇത് കാറ്റ് കാണുമ്പോൾ എൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ ലെവൽ മുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലയളവ്. അതായത് അപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അടച്ചിട്ടിരുന്ന ഒരു റൂമിലിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീടിന് പുറത്ത് ഇറങ്ങി, അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ നിറച്ച് മരങ്ങളും നല്ല ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ പഠിച്ചിരുന്ന കാലയളവിലൊക്കെ ഞാൻ സ്കൂൾ മുതൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആ പഠനം വരെയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ അപ്പോഴും വീട്ടിൽ ഇങ്ങനെ പുറത്തിറങ്ങി നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ടായിരുന്നു. അപ്പം ഒരു മരത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് പിന്നെ അടുത്ത മരത്തിലോട്ട് പോയി കൈ കൊണ്ട് പിടിച്ച് അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ചിലവർ പറയും ഒറ്റയ്ക്കിരുന്ന് നമ്മളെങ്ങോട്ടും ശ്രദ്ധ കൊടുക്കാതെ ഏകാഗ്രതയിൽ വേണം പഠിക്കാൻ എന്ന് പറയും. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പഠിക്കുമ്പോഴാണ് മനസ്സിനൊരു നല്ല സന്തോഷം, ഒരു റിലാക്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോഴേ എനിക്ക് പിന്നെയും എനിക്ക് ബോറടിക്കില്ല. എനിക്ക് പിന്നെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇപ്പം നമ്മൾ ഒരു റൂമിനകത്തൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പഠിച്ചതിന് ശേഷം പിന്നെ പുസ്തകമൊക്കെ അടച്ചു വെച്ച് വെളിയിലോട്ട് ഇറങ്ങുമല്ലോ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് ഏത് സമയത്ത് പഠിക്കണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആ ബുക്കും കൊണ്ടിരുന്നു. പക്ഷെ വെയിലുള്ള സമയങ്ങളിൽ എനിക്ക് വെളിയിലിറങ്ങി നിന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ, അപ്പോഴും വെയിലായിരിക്കുമല്ലോ. എന്നാലും മരങ്ങളുണ്ടായതുകൊണ്ട് അധികം വെയിലും ഇല്ലായിരുന്നു, അത് വേറെ ഒരു കാര്യം. എന്നാലും വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മുറ്റത്തൊക്കെ ഇത്തിരി വെയിലടിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഹാളിൽ നടന്ന് പഠിക്കുമായിരുന്നു. അത് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോഴും വീടിനകവും നല്ല തണുപ്പായിരുന്നു. അതായത് വീട്ടിൽ ഒത്തിരി വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വീടിനകത്തെ എല്ലാ റൂമിലും നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ എൻ്റെ ആ പഠന കാലയളവാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ഒരു PG, അതായത് ഞാൻ MA പഠിച്ചിരുന്ന, എക്സാം അറ്റൻഡ് ചെയ്തിരുന്ന കാലയളവ് വരെയും ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നടന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പുറത്തിറങ്ങി നടന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്തെ ഓരോ മരങ്ങളുടെ ഇടയിലൂടെയും കാഴ്ചകൾ കണ്ടും ഒക്കെ ഞാനിങ്ങനെ ടെക്സ്റ്റും കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് രസകരമായൊരു കാര്യം കൂടി സംഭവിക്കാറുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അപ്പം വീടിൻ്റെ തിണ്ണയിലായിട്ട് ഞാൻ പഠിക്കാനുള്ള ടെക്സ്റ്റുകളും നോട്ട്ബുക്കും എല്ലാം കൂടി അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അത്യാവശ്യം ആദ്യം പഠിക്കേണ്ടതെടുത്ത് കയ്യിൽ കൊണ്ട് നടന്നായിരിക്കും പഠിക്കുന്നത്. അപ്പോഴായിരിക്കും ഈ കാറ്റ് വീശുന്നത്. ഈ ഡിസംബർ മാസത്തിലേക്ക് ഈ കാറ്റുണ്ടല്ലോ, അത് വീശുന്ന സമയത്ത് എൻ്റെ പുസ്തകങ്ങളും നോട്ട്ബുക്കും ഒക്കെ ഇളകിയിരിക്കും. ഇതെല്ലാം പറന്നങ്ങ് ദൂരോട്ട് പറന്നു പോകും. ഞാൻ അത് പറക്കാൻ വേണ്ടി പുറകെ ഓടി പറക്കിക്കൊണ്ടിരിക്കും. പിന്നെ 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഒരു കല്ലോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനമോ എല്ലാം എടുത്ത് എൻ്റെ ആ നോട്ട്ബുക്കിൻ്റെയും ഡെസ്കിൻ്റെയൊക്കെ പുറത്ത് വെച്ചിട്ട് ഞാനിരുന്ന് പഠിക്കും. എനിക്കിപ്പോൾ ആ കാലയളവാണ് ഓർമ്മ വരുന്നത്. ഈ കാറ്റ് കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്തെ ആ ഒരു പിന്നെ
ആ ഒരു ആ ഒരു ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ടെക്സ്റ്റുകളും നോട്ട്ബുക്കുകളും ഒക്കെ ഇളകി, എൻ്റെത് അങ്ങനെയായിരുന്നു കേട്ടോ, ഒരു പരുവമായിരിക്കും. അപ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെ തിണ്ണയിലൊക്കെ കൊണ്ട് നോട്ട്ബുക്കൊക്കെ വെച്ചിരിക്കുമ്പോൾ അത് കാറ്റത്ത് പറന്ന് ഇളകിപ്പോവും. ഞാൻ നടന്ന് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പോയി എടുക്കാനായിട്ട് ഓടും. അങ്ങനെയുള്ള പല പല നല്ല കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കും പഠനത്തിൻ്റെ പരീക്ഷയുടെ ഒരു ടെൻഷൻ മനസ്സിലുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ടെൻഷനാണ്. അതായത് എനിക്കാണെങ്കിൽ എക്സാമിന് തോൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര പേടി, ഭയങ്കര വിഷമം, അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ അപ്പോഴും വേറെ ഒന്നുമില്ല. എനിക്ക് ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്കത് ജയിക്കണം എന്നുള്ളൊരു ഒരു വാശിയാണ്. അപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വേറെ ഒരു ചിന്തയോ ഒന്നുമില്ലായിരുന്നു എൻ്റെ പഠന കാലയളവിലൊക്കെ. അപ്പോഴും ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഓരോന്നും പഠിച്ച് കാണാതെ പറഞ്ഞ് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യും. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് നോക്കണം. ഡിസംബർ മാസത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുവാണെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കി എന്തൊക്കെ എഴുതി, ചിലപ്പോൾ 2 സെൻറ്റൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ അതിൻ്റെ മാർക്ക് കുറയുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൻസറിൻ്റെ എല്ലാം എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് പിന്നെ സെൻറ്റൻസുകൾ വല്ലതും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആൻസർ എഴുതിയപ്പോൾ സെൻറ്റൻസുകൾ വല്ലതും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കൊക്കെ കുറച്ച്, ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് ആൻസർ ഷീറ്റിൽ സൈഡിൽ മാർക്കിട്ട് പോകില്ലേ, അതുപോലെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈഡിൽ മാർക്കിട്ട് പോകും. ഇപ്പം ചില സെൻറ്റൻസൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും എക്സാം എഴുതിയപ്പോൾ, അപ്പോഴും ഞാൻ മാർക്ക് കുറയ്ക്കും. ചിലപ്പം 1/2 മാർക്ക് കുറയ്ക്കും, 3/4 മാർക്ക് കുറയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി വയ്ക്കും. അപ്പം എൻ്റെ മനസ്സിൽ വിഷമമായിരിക്കും, മാർക്ക് കുറഞ്ഞല്ലോ. എന്നിട്ട് പിന്നെയും പേടിയായിരിക്കും, അയ്യോ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ മാർക്ക് എത്രയായിരിക്കും എന്നൊക്കെയുള്ള വിഷമമായിരിക്കും. പക്ഷേ ഇപ്പോഴേ എനിക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എക്സാമിൻ്റെ ആ ഒരു പേടിയോ ഒന്നുമില്ല, എനിക്ക് എക്സാമിൻ്റെ ആ ഒരു ഭയമോ ഒന്നുമില്ല. കാര്യം ഇപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ എക്സാമിൻ്റേതായ ആ ഒരു ഭയമോ അതോ ഒന്നും ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇല്ല. പക്ഷേ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ആ ഡിസംബർ മാസത്തെ എക്സാം, ഇപ്പം ഞാൻ ഈ ഡിസംബറിൽ ഇപ്പോഴത്തെ കാലയളവിൽ കഴിഞ്ഞു, ഇപ്പം നമ്മൾ ജനുവരിയിലേക്ക് കടന്നു. അപ്പോഴേ ഞാൻ ഡിസംബർ എക്സാമിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ, അപ്പോഴത്തെ ആ ഡിസംബർ എക്സാമിനെ കുറിച്ച് എനിക്ക് ആലോചിക്കുമ്പോൾ വളരെ പേടിയുള്ള ടൈമായിരുന്നു. ആ ഡിസംബർ മാസങ്ങളെന്ന് പറയുന്നത് വളരെ പേടിയുള്ള ടൈമായിരുന്നു. അപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം കഴിഞ്ഞു, ജനുവരിയിലേക്ക് നമ്മൾ വന്നു, ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിലെ എക്സാമിൻ്റെ ആ ഒരു ഭയമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലേക്കില്ല. കാര്യം വർഷങ്ങൾ കഴിഞ്ഞല്ലോ. പക്ഷേ അപ്പോഴത്തെ കാലയളവിൽ ആ ഡിസംബർ മാസത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ ഒരുമാതിരി സന്തോഷിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. നൊമ്പരപ്പെടുത്തുന്ന സന്തോഷം അല്ലേ എന്ന് പറയാം. അതായത് നൊമ്പരം എന്ന് പറയുമ്പോൾ ചെറിയൊരു വേദന എന്നല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സാമിനെ കുറിച്ചുള്ള ഭയം അതുകൊണ്ട്, പക്ഷേ ആ പഠിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതുകൊണ്ട് വേറെ ഒരു ടെൻഷനുമില്ല. നമ്മുടെ മൈൻഡിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ വളരെയേറെ വിഷമമുണ്ടാകും. പക്ഷേ എന്നാലും അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഡിസംബർ കഴിഞ്ഞു, ന്യൂ ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ഈ കാറ്റൊക്കെ കണ്ടപ്പോഴേ എൻ്റെ കഴിഞ്ഞു പോയ കാലയളവിലെ ഡിസംബർ മാസത്തെ എക്സാമിനെ കുറിച്ചും ആ കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ അത് വളരെ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അത് ഇപ്പോഴും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത് കുറച്ച് സമയം നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. ഓക്കെ, താങ്ക് യു.